ശക്തമായ മഴയിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് നിന്ന് മണ്ണും ചെളിയും ഒഴുകിയെത്തി 3 വീടുകളുടെ പരിസരവും റോഡും ചെളിക്കുളമായതായി പരാതി. കരിമ്പുഴ പഞ്ചായത്തിലെ 12-ാം വാർഡിലെ തോട്ടര മൊയ്തുണ്ണി, ഷാനവാസ്, രാധ എന്നിവരുടെ വീട്ടുവളപ്പിലേക്കാണ് മണ്ണ് ഒലിച്ചെത്തിയത്. കരിമ്പുഴ പഞ്ചായത്തിലെ 12-ാം വാർഡിലെ തോട്ടര 2-ൽ കോലോത്തും പീടിക മൊയ്തുണ്ണി, വയനാടൻ ഷാനവാസ്, കോട്ടേക്കാവ് രാധ എന്നിവരുടെ വീട്ടുവളപ്പിലേക്കാണ് മണ്ണ് ഒലിച്ചെത്തിയത്. ഞാൻ ഈ സ്ഥലം മണ്ണ് മാന്തുന്ന സമയത്ത് അവരോട് പറഞ്ഞാണ് 4 മാസം 5 മാസം മുമ്പ്. എന്നാൽ അവരോട് പറഞ്ഞിരുന്നു ഇവരങ്ങനെ ഈ മണ്ണ് ഇങ്ങോട്ട് ഫില്ലാകും, ഒരാൾക്ക് ഹൈറ്റിലാണ് ഇവിടെ മണ്ണ് കൂട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഹൈറ്റിലുള്ളത് അത്രയും മണ്ണ് ഞങ്ങളുടെ ഒരു കയ്യാല പോലെ ഒരു മതിലുണ്ടായിരുന്നു. ആ മതിലിൻ്റെ മുകളിൽ ഒരാൾക്ക് മേലെ മണ്ണുണ്ട് ഇപ്പോൾ അവിടെ ഹൈറ്റായിട്ട് കിടക്കുന്നത്. എന്നാൽ അവർ പറഞ്ഞു ഇത്രയും മണ്ണ് ഇങ്ങോട്ട് തട്ടരുത്, ഇങ്ങോട്ട് തള്ളും ചെയ്യരുത്. അത് നിങ്ങൾ കയ്യാല കെട്ടിയ പിന്നെ മതിൽ കെട്ടി പിന്നെ അതിന് ശേഷം വെള്ളം ഇങ്ങോട്ട് മണ്ണും ഇങ്ങോട്ട് ചാടാത്ത വിധത്തിൽ ക്ലിയർ ആക്കിയതിന് ശേഷം നിങ്ങളത് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അവർ കേൾക്കാതെ അവർ ശരിയാക്കി തരാമെന്നും പറഞ്ഞിട്ട് അവരന്ന് പോയി. അന്ന് പഞ്ചായത്ത് മെമ്പർ അവരൊക്കെ വന്നിരുന്നു. അന്ന് ആ മധ്യസ്ഥ പറഞ്ഞ് അങ്ങനെ ക്ലിയറാക്കി പോയതായിരുന്നു. പിന്നെ അതിനുശേഷം ആദ്യം 2 മഴ പെയ്തപ്പോൾ അവിടെ പൊട്ട് വന്നപ്പോൾ ഞാൻ സംസാരിച്ചു, അവർ വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. പിന്നെ അവർ വിളിച്ചാൽ ഫോൺ എടുക്കില്ല, പിന്നെ വരില്ല. ആദ്യം അവർ പറഞ്ഞത് മഴ പെയ്തിട്ട് ഒന്ന് ഉറക്കട്ടെ, മണ്ണ് ഉറച്ചതിന് ശേഷം ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതുവരെ അവിടെ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ രണ്ടാമതിപ്പം ഈ വലിയൊരു ഇന്നലെ രാത്രി മുതൽ 12 മണി മുതൽ മഴ പെയ്യാൻ തുടങ്ങിയിട്ട് 3, 3:30, 4 മണി വരെ എന്ന് പറഞ്ഞാൽ മഴ പെയ്തിരിക്കണം. ആ സമയത്ത് കംപ്ലീറ്റ് അവിടുത്തെ മണ്ണും കംപ്ലീറ്റ് മുട്ടി ഒഴുകി വെള്ളമൊക്കെ പാടായിട്ട് അടുക്കളയിൽ ഞങ്ങളുടെ ഈ കിണർ കുടിവെള്ളം, അതുപോലെ ഞങ്ങൾ കായ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ റോ മെറ്റീരിയൽ കാണും, അതെല്ലാം നാശമായി. കിണറിലേക്ക് വെള്ളം പുതിയ കിണർ ഒഴിച്ചായിരുന്നു വെള്ളമെല്ലാമായിട്ട്, ആ കിണർ നാശമായി. അടുക്കളയിൽ ഞങ്ങൾ പാകം ചെയ്യുന്ന ഭാഗം ഉണ്ടായിരുന്നു, ആ പാകം ചെയ്യുന്ന അതും പാകം ചെയ്യാൻ പറ്റാതായി. അതെല്ലാം കംപ്ലീറ്റ് മണ്ണ് നിറഞ്ഞ് മൂടി. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, ആരോട് പറയണമെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ടിലായി പോയി. അവരോട് പറഞ്ഞാൽ അവരിപ്പോൾ വന്ന് ലാസ്റ്റ് JCB കൊണ്ട് വന്നിട്ട് അവിടെ ചാലെടുത്ത് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് കാര്യമുണ്ടെന്ന് എനിക്ക് അറിയുന്നില്ല, ഉപയോഗപ്പെടില്ല എന്നുള്ളത്. അവരോട് ആദ്യം പറഞ്ഞ മഴ പെയ്യുന്നതിൻ്റെ മുമ്പേ പറഞ്ഞാൽ ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. അവരൊന്നും അന്ന് ചെവിക്കൊണ്ടില്ല. പിന്നെ അവർ വിളിച്ചാൽ ഫോൺ എടുക്കുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ കാര്യങ്ങൾ ചെയ്യുകയൊന്നും ചെയ്യുന്നില്ല. പിന്നെ എന്താ ചെയ്യുക? മൊയ്തുണ്ണിയുടെ വീടിനോട് ചേർന്ന് നിർമ്മിച്ച മുറിയിലേക്ക് ചെളിവെള്ളം കയറി. കോട്ടേക്കാവ് റോഡ്, കരിമ്പുഴ, കരിപ്പമണ്ണ, ആറ്റാശ്ശേരി എന്നിവിടങ്ങളിലും ചെളി നിറഞ്ഞു. പ്രശ്നം പരിഹരിക്കാൻ ഉടൻ നടപടിയെടുക്കണമെന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം M. ചന്ദ്രമോഹൻ ആവശ്യപ്പെട്ടു. അവരുടെ കച്ചവട താല്പര്യം മാത്രം മുൻനിർത്തി പാവപ്പെട്ടവരുടെ, കർഷകരുടെ അല്ലെങ്കിൽ സാധാരണ ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് നടത്തുന്ന കടന്നുകയറ്റത്തെ നമുക്ക് തടഞ്ഞു നിർത്താനാവില്ല. ഇത്തരം പരിപാടികൾ ഉടൻ തന്നെ വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടുത്തെ ആളുകളെ കൂട്ടി, സാധാരണ ജനങ്ങളെ കൂട്ടി ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകേണ്ടി വരും. പ്രത്യേകിച്ച് തീരദേശ റോഡ് എന്ന് പറഞ്ഞാൽ ധാരാളം വാഹനങ്ങൾ പോകുന്ന റോഡാണ്. അതുപോലെ തന്നെ തോട്ടര കോട്ടേക്കാവ് റോഡ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പഞ്ചായത്ത് മെമ്പർ ആകുമ്പോൾ ചെയ്ത റോഡാണ്. അതൊക്കെ തകർച്ചയുടെ വക്കിലാണ്, എല്ലാം തകർന്ന് കിടക്കുകയാണ്. ഇത് ഈ തരം മാറ്റൽ കാരണം വെള്ളം അതിശക്തമായി കുത്തിയൊഴിച്ച് ഇതൊക്കെ നാശാകുകയാണ്. ഇവിടുത്തെ ആളുകളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇതിൽ ഇടപെട്ടത്. ഇതിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒരു പൊതുപ്രവർത്തനം എന്ന നിലയ്ക്ക് എല്ലാ രാഷ്ട്രീയക്കാരെയും കൂട്ടി, സാധാരണക്കാരുടെ ആളുകളെ കൂട്ടി ഞങ്ങളിതിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും. അല്ലെങ്കിൽ അധികാരികൾ ഇത്തരം ആളുകൾക്കെതിരെ ശക്തമായ മാതൃകാപരമായ നടപടി സ്വീകരിക്കണം. അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഒരു ജനങ്ങളെ അണിനിരത്തിയിട്ടുള്ള സമരത്തിന് ഞങ്ങൾ നേതൃത്വം നൽകും. ഇതിന് അധികാരികൾ കൺതുറക്കണം എന്നാണ് ഞങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത്. CCN കടമ്പഴിപ്പുറം.